ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി മാർക്കറ്റ് നല്ല രീതിയിലൊരു ക്രാഷാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി 25,000 ടച്ച് ചെയ്ത നിഫ്റ്റി അന്ന് വൈകിട്ട് 3 മണിയോട് കൂടെ എൻ്റെ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒരു 3 ട്രേഡിംഗ് ദിവസം അവസാനിക്കുമ്പോൾ 23,893 ഇന്നത്തെ ലോയെ. ആ ലോ ടച്ച് ചെയ്ത് 24,055, അതായത് 1000 പോയിൻറ്റോളം ഡൗൺ ചെയ്ത്, അതായത് 3.5% ഡൗൺ ചെയ്ത് കറക്ഷൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗ്ലോബലി ആയിട്ടുള്ള നെഗറ്റീവ് ക്യൂസും അതേപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധ ഭീഷണി ഇവയൊക്കെ നമ്മുടെ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ വരുന്ന എന്ത് ചേഞ്ചസും ആഗോളമായിട്ടുള്ള മാർക്കറ്റിലും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് നമുക്ക് നേരത്തെ തന്നെ കണ്ടറിയാം. അപ്പം US ഇൻഡസ്ട്രിയൽ ഇൻഡെക്സിലെ കാര്യങ്ങളും ജോബ് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിപണിയെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ വിപണിയെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ 1-ാം തീയതി തൊട്ടുള്ള നമ്മുടെ ഈ മാർക്കറ്റിലുള്ള ഈ കറക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 5-ാം തീയതി വൈകിട്ട് 8 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലോബലി ഉള്ള ഇൻഡെക്സുകളെല്ലാം നോക്കുമ്പോൾ തന്നെ നിഫ്റ്റി ഒരു 95 പോയിൻറ്റ് ഡൗൺ ആണ്. ഡൗ ജോൺസ് ഒരു 2.74% ഡൗൺ ആയിട്ട് 1000 പോയിൻറ്റോളം ഡൗൺ ആയിട്ടുണ്ട്. നാസ്ഡാക്ക് 4% ഡൗൺ ആയിട്ടുണ്ട്, 683 പോയിൻറ്റോളം. നിക്കേ ഉണ്ട് ജപ്പാൻ്റെ 12.4% ഡൗൺ ആണ്, 4451 പോയിൻറ്റ് ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ അതോ ഇനിയും മാർക്കറ്റ് താഴോട്ട് പോവുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിപ്പുണ്ട്. ഇതുവരെ നമ്മുടെ ഇൻഡെക്സിനെ നല്ല രീതിയിൽ ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റ് നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതാണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ. ഇവിടെയും നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. ജൂൺ 4-ാം തീയതിക്ക് ശേഷമുള്ള ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ ഡിക്ലൈനാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഇലക്ഷൻ റിസൾട്ടിൻ്റെ ആ സമയത്താണ് നമ്മൾ ആ ഒരു ബിഗ് ഫാൾ നമ്മൾ കണ്ടത്. പിറ്റേ ദിവസങ്ങളിൽ അത് റിക്കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെ ഒരു കാര്യം മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഗ്ലോബലി അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമെന്നോണമാണ് ഫുള്ളായിട്ടുള്ള ഈ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള നമ്മുടെ ആ ജൂൺ 4-ാം തീയതി പോലത്തെ ഒരു റിക്കവറി പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റുകൾ ഇതിനൊരു മറുപടി എന്നോണം നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ഏതൊക്കാലും ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നും പറയുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഫാൾ ചെയ്ത് പിറ്റേ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ കറക്ഷൻ ചെയ്തെടുക്കാൻ വന്നേക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഒരു 2-3 ഡേയ്സ്, അതായത് ഈ ഒരാഴ്ച നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, കണ്ണടച്ചുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നടത്താൻ മതി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ, അതായത് നമ്മുടെ ഈ ഒരു എക്സ്പയറി ഡേ ഒക്കെ തന്നെ ഒരു നല്ല കറക്ഷൻ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ട് പയ്യെ ഒരു സ്ലോ ഗ്രോത്തിൽ റിക്കവർ ചെയ്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ നിഫ്റ്റി തന്നെ ഒരു 10-20% ഹൈയിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ശരിക്കുള്ള വാല്യുവേഷനിൽ ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത്. 2-3 ഡേയ്സും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുവാണെങ്കിൽ എടുത്താൽ മതി. നല്ലൊരു ലോങ് ടൈം മൂവിലോട്ട് നമുക്ക് പയ്യെ അക്യുമുലേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ചിലപ്പം വന്നിരിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്റ്റോക്കുകളാണെങ്കിൽ പോലും നമ്മുടെ ഏതൊക്കെ ONGC ആണെങ്കിലും ഒരു 18%, 19 രൂപയോളം 20 രൂപയോളം ഇടിഞ്ഞിട്ടുണ്ട്. 310 ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ 280-290 നമ്മൾ അക്യുമുലേഷൻ നോക്കുകയായിരുന്നു. ടാറ്റ സ്റ്റീലാണെങ്കിൽ 9 രൂപയോളം കുറഞ്ഞ് 149 രൂപയോളം എത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കാസ്ട്രോൾ ഇന്ത്യ, അങ്ങനെ ചെറിയ നമ്മൾ വാച്ച് ചെയ്തിരുന്ന കുഞ്ഞു സ്റ്റോക്കുകളും അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ കറക്ഷൻ വരുമായില്ലോ നോക്കി നമുക്ക് ചെറിയ രീതിയിൽ വേണമെങ്കിൽ അക്യുമുലേഷനൊക്കെ നടത്താം. സ്വിംഗ് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യാം. ലിസ്റ്റൊക്കെ ഒന്നുകൂടെ പുനഃപരിശോധിക്കാം. അതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ആവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ബൈയിങ് ലെവലിലോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അതേപോലെ തന്നെ നാളെ ഓഗസ്റ്റ് 6-ാം തീയതി 2 IPOകളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാവരും കാത്തിരുന്ന ഓല IPO ഉണ്ട്. ഓല ഇലക്ട്രിക്കിൻ്റെ IPO 72 തൊട്ട് 76 രൂപയിലാണ്. IPO നമുക്ക് ബിഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ. അതേപോലെ തന്നെ നാളെ പുതിയൊരു ബ്രൂബി സൊല്യൂഷൻസ് എന്നുള്ള, അതായത് നമ്മുടെ ഫസ്റ്റ് ക്രൈ ഉണ്ടല്ലോ, പിള്ളേരുടെയൊക്കെ കിഡ്സ് വെയർ ഫാഷൻസ് ടോയ്സൊക്കെ നടക്കുന്ന ഫസ്റ്റ് ക്രൈയുടെ IPO നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനും ഒരു IPO ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ക്രാഷ് സമയത്താണ് ഈ ഒരു IPO നടക്കുന്നതെന്നും നമ്മൾ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. അപ്പോൾ നാളത്തെ മൊമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഓപ്പണിംഗ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നാളത്തെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ട്രേഡുകളൊക്കെ എടുത്തു വെക്കുക. നേരത്തെ നമ്മൾ ജൂൺ 4-ാം തീയതിയൊക്കെ ആയിരുന്നപ്പോൾ ഒരു നല്ലൊരു ക്രാഷ് വന്നപ്പോൾ
നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു ആക്റ്റീവ് ആകാനുള്ള ചാൻസ് കുറവാണ്. ഒരു 2-3 ദിവസം കൂടെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും പുതിയൊരു ട്രേഡിലോട്ട് മിക്കവരും തന്നെ എൻ്റർ ചെയ്യുന്നത്. അപ്പം കോൺഷ്യസ് ആയിട്ടിരിക്കും. ഈ ഒരു ഫാൾ എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഗ്ലോബലി ആയിട്ടുള്ള ആ ഒരു ഫാളിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അപ്പോൾ അത് റിക്കവർ ചെയ്യണം, ഗ്ലോബലായിട്ട് തന്നെ റിക്കവർ ചെയ്തെടുക്കണം. അപ്പോൾ അമേരിക്കയിൽ എന്ത് സംഭവിച്ചാലും അത് അമേരിക്കയിൽ മാത്രമല്ല ഗ്ലോബലി ട്രെൻഡിങ് ആണ്. സോ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പോൾ കൂടുതൽ നമ്മുടെ വാച്ച് ലിസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് നിരീക്ഷിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്. ഗ്ലോബൽ മൊമെൻറ്റത്തോടൊപ്പം എല്ലാ മാർക്കറ്റുകളും റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ ആവുകയോ ചെയ്യാറുണ്ട്. ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സമയത്തും ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിരിക്കും. കൂടുതൽ കോൺഷ്യസോടെ ആക്റ്റീവായിരിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ.